ഓക്കെയാ, പ്രസന്റ് ആയിട്ടുണ്ട്, കാണുന്നുണ്ടാ? നമ്മളെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു, കാരണം എനിക്കിവിടെ കാണാം എൻ്റെ ഫോണിൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇന്റർപോളേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ. ഒരു വാല്യൂ നമുക്ക് ടേബിളിൽ കിട്ടിയില്ല, നമ്മൾക്ക് അത് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിർത്തിയായിരുന്നു. അങ്ങനെ നമ്മൾ 2.1 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള HGയും HFും ഒക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള എന്താ, COP കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ്, അവിടെ ഉണ്ട്. എന്താണ് കാൽക്കുലേറ്റ് ദ COP. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് തിയറിറ്റിക്കൽ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ കംപ്രസർ ഇഫ് മാസ് ഫ്ലോ റേറ്റ് ഈസ് 4.5 എന്നിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ COP കണ്ടുപിടിക്കാം. അപ്പൊ അതിന്റെ മുമ്പിട്ട് ഗ്രാഫൊക്കെ ഓർമ്മ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നുകൂടെ നോക്കാം. ഗ്രാഫിന്റെ അകത്തുള്ള 2.1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള HFും HGയും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചതാണ്. പക്ഷെ നമുക്ക് അറിയേണ്ടത് COP കണ്ടുപിടിക്കണമെങ്കിൽ 1ലും 4ലും ഉള്ള വാല്യൂസ് ആണ് അറിയേണ്ടത്. 1ഉം 4ഉം നമുക്ക് കണ്ടുപിടിക്കണം, നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. കാരണം നമുക്ക് അറിയുന്നത് റൈറ്റ് സൈഡിലുള്ള HG ആണ് നമുക്ക് ടേബിളിൻ്റെ അകത്ത് കിട്ടിയത്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള HF ഫ്ലൂയിഡും ഗ്യാസിന്റെയും എൻതാൽപ്പി മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പൊ നമ്മൾ H1 കണ്ടുപിടിക്കേണ്ട സാധനമായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പോഴാണ് കട്ടായത്. H1 is equal to ഒന്നാമത്തെ പോയിന്റിലുള്ള എൻതാൽപ്പി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ പോയിന്റിലെ എൻതാൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ HFന്റെ കൂടെ എന്തോ ഒരു സാധനം, അതായത് ഇത്രയും ഭാഗം കൂട്ടിക്കഴിഞ്ഞാലാണ് H1 കിട്ടുക. അപ്പൊ HF നമുക്ക് അറിയാം, HFന്റെ കൂടെ എന്തോ ഒരു സാധനം ആഡ് ചെയ്യണം. ഇക്വേഷൻ അതാണ്, HFന്റെ കൂടെ പ്ലസ് എന്തോ ഒരു സാധനം. ആ എന്തോ ഒരു സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ X1 അവിടുത്തെ ഡ്രൈനസ് ഫ്രാക്ഷൻ. നമുക്ക് ഒന്നാമത്തെ പോയിന്റ് കണ്ടുപിടിക്കണ്ടെങ്കിൽ ഒന്നാമത്തെ പോയിന്റിലെ ഡ്രൈനസ് ഫ്രാക്ഷൻ ഇൻറ്റു HG മൈനസ് HF. HG ഗ്യാസിന്റെ എൻതാൽപ്പി, അതായത് റൈറ്റ് സൈഡ് മൈനസ് ലെഫ്റ്റ് സൈഡ്. ഈ ഇക്വേഷനിലാണ് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പൊ നമുക്കത് വാല്യൂ കണ്ടുപിടിച്ച് നോക്കാം. HFന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് 117.86 ആണ്. പ്ലസ് X1 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.86 ആണ്. ഇൻറ്റു HG എന്ന് വെച്ച് കഴിഞ്ഞാൽ 1439.84 മൈനസ് HF എന്ന് വെച്ച് കഴിഞ്ഞാൽ 117.86. ഓക്കെയാണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1256.74.76 ഇതാണ് കിലോ ജൂൾ കിട്ടും, കിലോ ജൂൾ പെർ കിലോ. H1 കിട്ടി. അങ്ങനെയെങ്കിൽ H4 നമുക്ക് കണ്ടുപിടിക്കാം. ഇതേ മെത്തേഡ് തന്നെ H4 കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്തായിരിക്കും? H4 എന്ന് വെച്ച് കഴിഞ്ഞാൽ HFന്റെ കൂടെ എന്തോ ഒരു സാധനം കൂട്ടണം, എന്നാലേ H4ലേക്ക് എത്തുള്ളൂ. അപ്പൊ നമുക്ക് അതായത് HF നമുക്ക് ഇവിടെ അറിയാം, HFന്റെ വാല്യൂ നമുക്ക് അറിയാം. HFന്റെ കൂടെ എന്തോ ഒരു കുറച്ച് കൂടി കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് H4 കിട്ടുക. ആ കുറച്ചിനെയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു കുറച്ച് ഭാഗം കൂടി കൂട്ടണം. ആ കുറച്ച് ഭാഗം കൂട്ടൽ എങ്ങനെയാണ്? HF പ്ലസ് ആ ചെറിയ ഭാഗം എന്ന് വെച്ചാൽ അവിടുത്തെ ഡ്രൈനസ് ഫ്രാക്ഷൻ X4 ഇൻറ്റു നേരത്തെ കണ്ടുപിടിച്ച HG മൈനസ് HF തന്നെ. വാല്യൂ ഇട്ട് നോക്കാം. HFന്റെ വാല്യൂ നമുക്കറിയാം 117.86 ആണ്. പ്ലസ് X4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.19 ആണ്, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇൻറ്റു 1439.84 മൈനസ് 117.86.
എച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് അവിടുത്തെ വാല്യൂ കിട്ടും 369.04 കിലോ ജൂൾ പെർ കിലോഗ്രാം. രണ്ട് ആൻസർ കിട്ടിയില്ലേ? COP എന്താണെന്ന് അറിയാം നമുക്കിനി. COP കണ്ടുപിടിക്കാനാ പറഞ്ഞിട്ടുള്ളത്. COP ഈസ് ഈക്വൽ ടു എന്താന്ന്? ഹീറ്റ് അബ്സോർബ്ഡ്. റെഫ്രിജറേറ്ററിന്റെ കാര്യത്തിലാണ് ഹീറ്റ് അബ്സോർബ്ഡ് ഡിവൈഡ് ബൈ വർക്ക് ഡൺ ആണ്. ഈസ് ഈക്വൽ ടു ഹീറ്റ് അബ്സോർബ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്കറിയാം. M ഇൻറ്റു ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന എവിടെ നിന്നാണ്? H1 മൈനസ് H4 ലാണ്. ഡിവൈഡ് ബൈ വർക്ക് ഡൺ എന്ന് വെച്ചാൽ നമുക്കറിയാം M ഇൻറ്റു കംപ്രസറാണ് വർക്ക് ചെയ്യുന്നത് H2 മൈനസ് H1 ആണ്. M ക്യാൻസൽ ആയി പോയിക്കോളും. അപ്പൊ നമ്മൾ എമ്മിന്റെ കാര്യം ബോധർ ചെയ്യേ വേണ്ട. അപ്പൊ ഇതാണെന്ന് നമുക്കറിയാം. പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? വർക്ക് ഡൺ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. നോക്കിക്കോ, ക്വസ്റ്റ്യനിൽ നോക്കുക. ക്വസ്റ്റ്യനിൽ വരുന്ന സമയത്ത് നമുക്ക് കാണാം ഇത്രയും ഭാഗം. ദ വർക്ക് ഇൻപുട്ട് പെർ കിലോഗ്രാം ഓഫ് റെഫ്രിജറന്റ് ഈസ് 150 കിലോ ജൂൾ. വർക്ക് ഇൻപുട്ട് തന്നിട്ടുണ്ട്. ഇത്രയും ഭാഗം നോക്കുക. അപ്പൊ നമുക്ക് വർക്ക് കിട്ടി. നമുക്കിനി Q അബ്സോർഡ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. Q അബ്സോർഡ് നമുക്ക് H1 H4 നമ്മളിപ്പോ കണ്ടുപിടിച്ചതാണ്. അപ്പൊ ആ വാല്യൂ ഇട്ട് കൊടുക്കുക. COP എന്ന് വെച്ച് കഴിഞ്ഞാൽ 1254, അതാണ് H1 0.76 മൈനസ് H4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 369.04 ഡിവൈഡ് ബൈ വർക്ക് ഡൺ തന്നിട്ടുണ്ട് 150 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. H is equal to COP നമുക്ക് കിട്ടും 5.90. ഇതാണ് നമ്മളെ COP എന്ന് പറഞ്ഞത്. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ പരിപാടി നമ്മളെ കഴിഞ്ഞു. COP is equal to 5.90 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഓക്കെ അല്ലേ? COP വരെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത് നോക്കാം. ക്വസ്റ്റ്യനിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ലാന്ന് തിയററ്റിക്കൽ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ കംപ്രസർ. കംപ്രസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് വെച്ചിട്ടില്ല. അതായത് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ തിയററ്റിക്കൽ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് എത്രത്തോളം വോളിയം ഉണ്ട്. കംപ്രസറിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഉദ്ദേശിക്കുന്നത് അതിന്റെ വോളിയം CC. ഇഫ് മാസ് ഫ്ലോ റേറ്റ് ഈസ് 4.5 കിലോഗ്രാം പെർ മിനിറ്റ്. മാസ് ഫ്ലോ റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. മാസ് തന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ വശമെങ്കിൽ തിയററ്റിക്കൽ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാൻ വലിയ പണിയൊന്നുമില്ല. അതിനുള്ള പരിപാടിയാണ്. നിങ്ങൾ ടേബിൾ ഒന്നുകൂടി എടുക്കുക. നമ്മളെ ടേബിളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കള്ളീന്റെ കൂടെ തന്നെ സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞൊരു സാധനം കാണാൻ പറ്റും. ഈ 2.1 കറസ്പോണ്ടിങ് ആയിട്ട് സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാവും. നോക്കിയേ, ഉണ്ടോ? കാണുന്നുണ്ടോ ടേബിളിൽ? എൻതാൽപി, എൻട്രോപ്പി ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കാണുന്നുണ്ടോ റോഷിത്തെ? എന്റെ അടിക്കല്ലേ ടേബിളുള്ള? നോക്കട്ടെ എന്റെ അടിക്കുണ്ടോ. സാധനം നോക്കട്ടെ. ഇപ്പൊ കാണിച്ചുതരാം. ഇത് ടേബിളാന്ന് വിചാരിക്കും. ഈ ടേബിളിലുള്ള വാല്യൂസ് തെറ്റാണ്. ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിട്ട് എടുത്തതല്ലോ. വിസ്കോസിറ്റി, എൻട്രോപ്പി, സ്പെസിഫിക് ഹീറ്റ്, ബാക്കിയുള്ളത് അവിടെ. ഇതിനകത്ത് കാണിക്കില്ല. അതാ വോളിയം. വോളിയം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സാധനം തന്നിട്ടുണ്ട്. ഇവിടെ കാണാം. ഇതേപോലെ നിങ്ങൾ ടേബിളിനകത്തും ഉണ്ടാവും. ഒന്ന് നോക്കുക. എന്നിട്ട് നമ്മളെ 2.1
1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം നമ്മൾ ഇതേപോലെ ഇന്റർപോളേഷൻ മെത്തേഡ് തന്നെ കണ്ടുപിടിക്കണം പരിപാടി. ആരും അച്ഛനക്കൊന്നും ഇല്ലാത്ത വി ജിയും വി എഫും കണ്ടുപിടിച്ച അവിടുന്ന് നമ്മളെ വർക്ക് ചെയ്യുന്ന ആരാണ്? കംപ്രസറാണ്. കംപ്രസറിന്റെ കാര്യമാണ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് 1 എന്ന് പറഞ്ഞ പോയിന്റിലാണ് കണ്ടുപിടിക്കേണ്ടത്. V1 കണ്ടുപിടിക്കണം. V1 കണ്ടുപിടിക്കണമെങ്കിൽ വി ജി അറിയണം, വി എഫ് അറിയണം. കറസ്പോണ്ടിങ് ടു 2.1 ബാറിലുള്ള. എന്താ ആരും വെച്ചില്ലാത്ത? വി ജി എത്രയാ? നമുക്ക് ഇതിൽ വി ജി വന്നിട്ടുള്ളൂ. വി ജിയും വി എഫും ഉണ്ടാവും. ഇല്ല, വി എഫ് ഇല്ല. മറ്റേ ഇത് കോതന്തരാമന മറ്റേ ബുക്ക് അതിലില്ല. ഇത് വോളിയം മാത്രം വി ജി മാത്രമേ ഉള്ളൂ, വി എഫ് ഇല്ല. എത്ര കിട്ടുന്നത്? അതിന്റെ സാറിപ്പം പറഞ്ഞതിന്റെ വി ജി എന്ന് പറഞ്ഞാല് എത്ര? 2.1 2.1 നമ്മൾ ഇന്റർപോളേഷൻ മെത്തേഡിലാണ് കണ്ടുപിടിക്കേണ്ടത്. 2.1 ഇല്ല, 2.07 2.26 മറ്റേ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച പോലെ തന്നെ കണ്ടുപിടിക്കണം ഈ ഗ്രാഫ് വരച്ചിട്ട്. പക്ഷെ വി എഫ് ഇല്ലല്ലോ. നമുക്ക് ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാം. അപ്പം വി ജി കണ്ടുപിടിച്ച് നോക്ക്. ഏതൊക്കെയാ വന്നിട്ടുള്ള? 2.07. അത് ചെറിയ വാല്യൂ. 2.07. അപ്പൊ താഴത്ത് മാർക്ക് ചെയ്തേ. മറ്റേത് 2.26 ആണ് പിന്നെ ഉള്ളത്. അത് മുകളിൽ മാർക്ക് ചെയ്ത്. 2.07 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്രയായിരുന്നു? 574. അപ്പൊ ഇത് ഇതിന്റെ സാധനം. ഓക്കെ. 2.06 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 0.529. അപ്പൊ ചെറുതാ. 0.529. നമുക്ക് ഇവിടെ ഒരു ഗ്രാഫ് കിട്ടും. ആ ഗ്രാഫിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഇങ്ങനെയായിരിക്കും അല്ലെ? ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഇന്റർമീഡിയറ്റ് ഇപ്പൊ ഇതാണ് ഗ്രാഫ് എന്നായിരിക്കും. ഇന്റർമീഡിയറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ 2.1 ആണ്. 2.1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് എന്ന് പറഞ്ഞ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി എന്താണ്? 2.26 അത് വലുത് മൈനസ് ചെറുത് 2.07 ഡിവൈഡ് ബൈ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2.1 മൈനസ് ചെറുത് 2.07 ഈക്വൽ ടു 2.26 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 0.574 മൈനസ് 2.07 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 0.529 ഡിവൈഡ് ബൈ 2.1 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അറിയില്ല, അത് ഞാൻ എക്സ് എന്നിട്ട് മൈനസ് 2.07 കഴിഞ്ഞു. ഈക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു പറഞ്ഞിട്ട് ഉത്തരം കിട്ടും. അതാണ് എന്തെന്ന് വോളിയം. നമുക്ക് സ്പെസിഫിക് വോളിയാണ് കിട്ടിയത്. തൽക്കാലം അതാ കിട്ടിയത്. നമുക്ക് ആ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വി കിട്ടി. വി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്പെസിഫിക് വോളിയം ആണ് സ്മോൾ ലെറ്റർ വി. സ്പെസിഫിക് വോളിയം എന്ന് വെച്ചാൽ എന്താ? വോളിയം ബൈ മാസ് ആണ്. സിമ്പിളായി. അപ്പൊ നമ്മൾ വോളിയം എങ്ങനെ കണ്ടുപിടിക്കുക? കറക്റ്റ് ഉള്ള വോളിയം ക്യാപിറ്റൽ ലെറ്റർ വി ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു സ്പെസിഫിക് വോളിയം. സ്പെസിഫിക് വോളിയം എന്ന് വെച്ചാൽ എന്താ? വോളിയം ബൈ മാസ്. അതാ നമുക്കിപ്പോ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇത് രണ്ട് സെയിം ആണ്. ഈ സ്മോൾ ലെറ്റർ വി ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോ എക്സിന്റെ വാല്യൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത് സ്മോൾ ലെറ്റർ വി ആണ്. സ്പെസിഫിക് വോളിയം അതെന്ന് വെച്ചാൽ എന്തോന്ന്? വോളിയം ബൈ മാസ് എന്നാണ് അതിന്റെ അർത്ഥം. സ്പെസിഫിക് വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് കറക്റ്റ് വലിയ വോളിയം എന്ന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ക്യാപിറ്റൽ ലെറ്റർ വി വോളിയം, അതാണ് തിയററ്റിക്കൽ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ്. പിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മാസ് ഇൻറ്റു ആ സ്പെസിഫിക് വോളിയം. കാരണം എന്താ? സ്പെസിഫിക് വോളിയം എന്ന് വെച്ചാൽ വോളിയം ബൈ മാസ് ആണ്. അപ്പൊ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ വിന്റെ മാസം ക്യാൻസൽ ആയി പോയിക്കോളില്ല. മാസ് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 4.5 തന്നിട്ടുണ്ട്. വോളിയം ഫ്ലോ റേറ്റ് ഇൻറ്റു ഇപ്പം കിട്ടിയ സാധനം എത്രയാണ്?
ഇപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടിയെന്ന് വിചാരിക്കും. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. അത് 0.49 കിട്ടിയതായിരിക്കും. അപ്പൊ ഇത് ചെയ്യുമ്പോൾ എന്തായി? 0.49 വെച്ച് ചെയ്യുമ്പോൾ 2.23 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് വോളിയം കിട്ടി. മീറ്റർ ക്യൂബ്. അങ്ങനെയാണ് ആ പ്രോസസ് നടക്കുന്നത്. സ്പെസിഫിക് വോളിയത്തിന് ക്യാപിറ്റൽ വി ബൈ എം എടുത്തേ. ഇപ്പൊ നമുക്ക് ഗ്രാഫിൽ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് വോളിയം എന്നല്ല മറ്റേ എഴുതിയിട്ടുള്ള അതിന്റെ അകത്ത്. സ്പെസിഫിക് വോളിയം എന്ന് വെച്ചാൽ സ്മോൾ ലെറ്റർ വി ആണ്. നമ്മൾ പണ്ടേ പഠിക്കുന്നതാണ്. സ്പെസിഫിക് വോളിയം ശരിക്കുള്ള അർത്ഥം എന്താ? വോളിയം ഡിവൈഡ് ബൈ മാസ്. അതിനെയാണ് നമ്മൾ സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. നമുക്കിപ്പോ ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്ത് തന്നിട്ടുണ്ട്? മാസ് ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട്. നോക്കിക്കോ, മാസ് ഫ്ലോ റേറ്റ് ഈസ് ഈക്വൽ ടു 4.5 കിലോഗ്രാം പെർ മിനിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിനെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് വോളിയം കിട്ടും? തന്നിരിക്കുന്ന മാസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് സ്പെസിഫിക് വോളിയം ഇൻറ്റു മാസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതല്ലേ, വോളിയം ബൈ മാസ് ഇൻറ്റു മാസ്. അത് മാസും ക്യാൻസൽ ആയി പോയിക്കോളും. ഫിസിക്കൽട്ട് എനിക്ക് കിട്ടുക എന്താ? ക്യാപിറ്റൽ ലെറ്റർ വി. ഇതാണ് നമ്മളെ പിസ്റ്റന്റെ സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത്. മെയിൻ വോളിയം ക്യാപിറ്റൽ ലെറ്റർ വി. വോളിയത്തിന് നമ്മൾ മീറ്റർ ക്യൂബിലല്ലേ മാർക്ക് ചെയ്യാം. പെർ മിനിറ്റ് ഉണ്ട്, കാരണം നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പെർ മിനിറ്റിലാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് വോളിയം ഫ്ലോ റേറ്റ് നമുക്ക് കിട്ടിയത്. ഇതിന്റെ മുകളിൽ ഒരു കുത്ത് വോളിയം ഫ്ലോ റേറ്റ് കിട്ടും. ഇത്രയാന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടേ. കഴിയാണ്ട് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്നും ഇതിനെ പറ്റിയിട്ടുള്ള കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കിട്ടിക്കൊള്ളും. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ എഴുതരാം. ഇതേ രീതിയിലൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഈ പ്രോബ്ലത്തിന്റെ പ്രത്യേകത അതായിരുന്നു. കാരണം നമ്മളുടെ COP കണ്ടുപിടിക്കാൻ പറഞ്ഞു. COP കണ്ടുപിടിക്കാൻ നമുക്ക് ആവശ്യം 4ലെ വാല്യൂ 1ലെ വാല്യൂ. ഇവിടെയാണെന്ത് Q അബ്സോർബ് ചെയ്യുന്നത്. Q അബ്സോർബ് ഡിവൈഡ് ബൈ വർക്ക് ഡൺ ആണ് കിട്ടേണ്ടത്. വർക്ക് ഡൺ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 2ന്റെ വാല്യൂ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. എന്താൽപി അറ്റ് 2 ഒന്നും കണ്ടുപിടിച്ചിട്ടേ ഇല്ല. കാരണം വർക്ക് ഡൺ എനിക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡയറക്റ്റ്. 3നെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല അല്ലേ. ഈ ഒരു പ്രോബ്ലത്തിനകത്ത് നമ്മൾ 3 ഒക്കെ എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ 2ൽ എന്താ സംഭവിക്കുന്നത് ഒന്നും നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളത് COP വോളിയം ഫ്ലോ റേറ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്ത് നമുക്ക് വേണ്ട COP കണ്ടുപിടിക്കണമെങ്കിൽ Q അബ്സോർബ് ഡിവൈഡ് ബൈ വർക്ക് ഡൺ ആണെന്ന് അറിയാം. Q അബ്സോർബ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് 4ലെയും 1ലെയും മാത്രം വാല്യൂ കിട്ടിയാൽ മതി. വർക്ക് ഡൺ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നുകൊണ്ട് ഞാൻ 2ന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടില്ല. എനിക്ക് 2ന്റെ ആവശ്യമില്ല, വർക്ക് ഡൺ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അധികം പോയിന്റ്സ് ഒന്നും കണ്ടുപിടിക്കാനില്ല നമുക്ക്. ഇനി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോയിന്റ്സ് കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അടുത്ത ചെയ്യാനുള്ളത്. അതിലേക്ക് പോവാം. ഇതേ മെത്തേഡൊക്കെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. നമുക്കല്ല ക്വസ്റ്റ്യൻ എഴുതരാം. ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചാൽ 5 ടൺ ഫ്രിയോൺ, നമ്മളെ ഇത് മാറി, റെഫ്രിജറന്റ് മാറി, റെഫ്രിജറന്റ് ഫ്രിയോൺ ആയി. 5 ടൺ ഫ്രിയോൺ ആണ് നമ്മളെ കയ്യിലുള്ളത്. ഫ്രിയോൺ 12. ഫ്രിയോൺ 12ന്റെ വാല്യൂ ഇത് കാണണമെങ്കിൽ നിങ്ങൾ എവിടെ പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫ്രിജറന്റിന്റെ നോട്ട് ഇത് തന്നിട്ടുള്ളത് 12 എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ R12ലേക്ക് പോയാൽ മതി. R12 എന്ന് പറഞ്ഞ റെഫ്രിജറന്റ് കാണാം. പ്രോപ്പർട്ടീസ് ഓഫ് റെഫ്രിജറന്റ് ഇൻഡെക്സ് പേജിൽ R12 എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാവും. അതാണ് ഫ്രിയോൺ 12 തന്നെ. റെഫ്രിജറന്റിന്റെ R12 ഡൈക്ലോറോ ഡൈഫ്ലൂറോ മീത്തേൻ എന്ന പേര് പറയാം. അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ. ഫ്രിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, ഉദ്ദേശിക്കുന്നത് R12നെയാണ്. റെഫ്രിജറന്റ് 12 എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ പേരുണ്ടാവുക. ഫ്രിയോൺ 12 റെഫ്രിജറേഷൻ പ്ലാന്റ് ഫ്രിയോൺ 12 റെഫ്രിജറേഷൻ പ്ലാന്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. 5 ടണ്ണാണ് അത് ഉണ്ടാക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ടൺ എന്ന് വെച്ചാൽ എന്താണ് ഇതിന്റെ അർത്ഥം? Q അബ്സോർബ്ഡ് നമുക്ക് തന്നിട്ടുണ്ട് എന്നർത്ഥം. 5 ടണ്ണാന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. Q അബ്സോർബ്ഡ് ഇസ് ഈക്വൽ ടു 5 ടണ്ണാണ്.
ടണ്ണിനെ നമുക്ക് കിലോ വാട്ടിലേക്ക് മാറ്റിക്കൂടെ? ഇൻറ്റു 3.5 ചെയ്താൽ മതി. അപ്പം 3 കിലോ വാട്ടിലേക്ക് മാറിക്കോളും. അപ്പോൾ എ 5 ടൺ ഫ്രിയോൺ 12, അതായത് R12 എന്ന് പറഞ്ഞ റെഫ്രിജറന്റിന്റെ പേര്, റെഫ്രിജറേഷൻ പ്ലാന്റ് ഹാസ് സാച്ചുറേറ്റഡ് സക്ഷൻ ടെമ്പറേച്ചർ ഓഫ് saturation suction temperature of -5 degree Celsius. -5 degree Celsiusലാണ് സാച്ചുറേഷൻ സക്ഷൻ നടക്കുന്നത്. സക്ഷൻ എന്ന് വെച്ചാൽ എവിടെയായിരിക്കും നടക്കുക? കംപ്രസർ ആണ് സക്ക് ചെയ്യുക, എന്നിട്ട് ആ കംപ്രസറിനെ റിജക്റ്റും ചെയ്യുക. അപ്പൊ സക്ഷൻ എന്ന് വെച്ചാൽ കംപ്രസറിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലുള്ള കാര്യമാണ് പറഞ്ഞത്. സക്ഷൻ ടെമ്പറേച്ചർ ഓഫ് -5 degree Celsius. The condensation takes place at 40 degree Celsius. The condensation takes place at 40 degree Celsius. കണ്ടൻസേഷൻ, അതായത് കണ്ടൻസറിന്റെ അകത്ത് നടക്കുന്ന പ്രോസസ്സ് 40 ഡിഗ്രി സെൽഷ്യസിലാണ് ഉള്ളത് അർത്ഥം. ആൻഡ് ദർ ഈസ് നോ അണ്ടർ കൂളിംഗ്. There is no undercooling. അതായത് കണ്ടൻസർ തണുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ പിന്നെയും തണുപ്പിക്കാനൊന്നും നിൽക്കുന്നൊന്നുമില്ല. അണ്ടർ കൂളിങ്, സൂപ്പർ ഹീറ്റിങ്ങിന്റെ ഒക്കെ ഒരു ക്ലാസ് നമ്മൾ മുമ്പിട്ട് പറഞ്ഞതാണ്. അതൊക്കെ മൈൻഡ് ഔട്ട് ആയിട്ടുണ്ടാവും. എന്താന്നുള്ളത് ഒന്നുകൂടെ ഇപ്പൊ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. There is no undercooling of refrigerant. റെഫ്രിജറന്റിന് അണ്ടർ കൂളിംഗ് ഒന്നുമില്ല. കണ്ടൻസറിനകത്തും തണുപ്പിക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അസ്യൂം ഐസെൻട്രോപിക് കംപ്രഷൻ. ഐസെൻട്രോപിക് ആയിട്ടാണ് കംപ്രഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. ഐസെൻട്രോപിക് കംപ്രഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് COP, പതിവ് പോലെ തന്നെ COP കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. B, മാസ് ഫ്ലോ റേറ്റ്. ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ തന്ന പോലെ മാസ് ഫ്ലോ റേറ്റ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ മാസ് ഫ്ലോ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. C എന്നും ഉണ്ട് ക്വസ്റ്റ്യൻ. പവർ റിക്വയർഡ്. പിന്നെ D, what will be the bore of compressor cylinder? What will be the bore of compressor cylinder if speed is 300 RPM. ഇത് വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ചെയ്യേണ്ട മെത്തേഡൊക്കെ സെയിം തന്നെയാണ്. നമ്മൾക്ക് ഇപ്പം കണ്ടുപിടിക്കാൻ ചോദിച്ച കാര്യങ്ങൾ വ്യത്യാസം ഉണ്ട്. പിന്നെ നമ്പർ ഓഫ് സിലിണ്ടർ ഈസ് 2. 300 RPM കറങ്ങുന്നത്. നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കംപ്രസർ ഉണ്ട് എന്നർത്ഥം. സിലിണ്ടേഴ്സ് ഈസ് 2 ആൻഡ് സ്ട്രോക്ക് ലെങ്ത് ഈസ് 100. സ്ട്രോക്ക് ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100. ക്വസ്റ്റ്യൻ കണ്ടിട്ടൊന്നും പേടിക്കണ്ട, സിമ്പിളാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒന്നുകൂടെ ചർച്ച ചെയ്യാം. ഒരു 5 ടൺ ഫ്രിയോൺ 12 റെഫ്രിജറേഷൻ പ്ലാന്റ് ആണ്. ഫ്രിയോൺ 12 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഫ്രിയോൺ 12ന്റെ ടേബിളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അതായത് R12 എന്നാണ് അതിന്റെ പേര്. R12 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ക്വസ്റ്റ്യനിൽ തരുമൊന്നുമില്ല. ഫ്രിയോൺ 12 എന്ന് കണ്ടാൽ ഞാൻ മനസ്സിലാക്കിക്കോളാം റെഫ്രിജറന്റ് 12 അല്ലെ ഡൈക്ലോറോ ഡൈഫ്ലൂറോ മീത്തേൻ എന്നാണ് അതിന്റെ പേര്. അതൊന്നും ആവശ്യമില്ല. 5 ടണ്ണാന്ന് പറഞ്ഞിട്ടുണ്ട്. 5 ടൺ എന്ന് വെച്ചാൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് 5 ടണ്ണായിട്ടാണ്. ക്യൂ അബ്സോർബ് ചെയ്യുന്നത് നമുക്ക് തന്നിട്ടുണ്ട് എന്നർത്ഥം. വർക്ക് ഡൺ തന്നിട്ടില്ല, പകരം ക്യൂ അബ്സോർബ്ഡ് ആണ് ഇപ്രാവശ്യം തന്നിട്ടുള്ളത്. റെഫ്രിജറേഷൻ പ്ലാന്റ് ഹാസ് എ സാച്ചുറേഷൻ സക്ഷൻ ടെമ്പറേച്ചർ ഓഫ് -5 degree Celsius.
സക്ഷൻ നടക്കുന്ന സമയത്തുള്ള ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ -5 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് കംപ്രസറിന്റെ സമയത്ത്, കംപ്രസറിലേക്ക് സക്ഷൻ ചെയ്യുന്ന സമയത്ത് -5 ഡിഗ്രി സെൽഷ്യസ്. ദ കണ്ടൻസേഷൻ ടേക്സ് പ്ലേസ് അറ്റ് 40 ഡിഗ്രി സെൽഷ്യസ്. കണ്ടൻസേഷൻ നടക്കുന്നത് 40 ഡിഗ്രി സെൽഷ്യസിലാണ്. ദർ ഈസ് നോ അണ്ടർ കൂളിംഗ് ഓഫ് ദ റെഫ്രിജറന്റ്. അണ്ടർ കൂളിംഗ് ഇല്ല. അണ്ടർ കൂളിംഗ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാണിച്ചുതരാം, ഗ്രാഫിൽ കാണിച്ചുതരാം. അസ്യൂം ഐസെൻട്രോപിക് കംപ്രഷൻ. പിന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ ഗ്രാഫ് വരക്കാൻ പോവാ. ഗ്രാഫ് വരക്കാൻ വേണ്ടി പോ pH ഡയഗ്രം തന്നെ നമ്മൾ വരക്കുക. pH ഡയഗ്രാം. pH ഡയഗ്രത്തിന്റെ അകത്ത് സാച്ചുറേഷൻ കർവ് ഉണ്ടാവും. സാച്ചുറേഷൻ കർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒന്നാമത്തെ പോയിന്റ് അത് എവിടെ എടുക്കണം എന്ന് എനിക്കറിയില്ല. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? അത് ഒന്നാമത്തെ പോയിന്റ് ഡ്രൈ ആണോ, സൂപ്പർ ഹീറ്റഡ് ആണോ, അങ്ങനത്തെ ഒരു വിഷയങ്ങളും തന്നിട്ടില്ല. അതിനർത്ഥം ഒന്നാമത്തെ പോയിന്റ് നമ്മൾ എവിടെ എടുക്കണം? ഐഡിയൽ കേസായ ഇവിടെ തന്നെ എടുക്കണം. ഇതാണ് നമ്മൾ ഐഡിയൽ കേസ്, മലേന്റെ റൈറ്റ് സൈഡിൽ. ഇതാണ് നമ്മളെ 1 എന്ന് പറഞ്ഞ പോയിന്റ്. കാരണം നമുക്ക് തന്നിട്ടേ ഇല്ല, ഡ്രൈനസ് ഫ്രാക്ഷനും തന്നിട്ടില്ല. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡ്രൈനസ് ഫ്രാക്ഷൻ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. പ്രാവശ്യം നമുക്ക് ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത് എന്ത് മനസ്സിലാക്കാൻ പറ്റും? സാച്ചുറേഷൻ ടെമ്പറേച്ചറിൻ്റെ അകത്തുള്ള, അതായത് ഈ ഒരു കർവിൻ്റെ അകത്തുള്ള പോയിന്റ് ആണ് നമ്മൾ 1 ആയിട്ട് എടുത്തിട്ടുള്ളത്. 1 നിന്ന് 2ലേക്ക് ഐസെൻട്രോപിക് കംപ്രഷൻ ആണ്. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടേക്കായിരിക്കും പോവാ, കുറച്ച് വലത്തോട്ടേക്ക് നീങ്ങിയിട്ട് വേണം പോവാൻ. ഇതാണ് നമ്മളെ 2 എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പൊ സൂപ്പർ ഹീറ്റഡ് ആയി എന്നർത്ഥം. 2 എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 1ഉം 2ഉം മാർക്ക് ചെയ്താൽ നമ്മൾ തന്നെ കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ അവിടെ മാർക്ക് ചെയ്തോളാം. 1ലുള്ള കോൺസ്റ്റന്റ് പ്രഷർ ലൈനും 2ലുള്ള കോൺസ്റ്റന്റ് പ്രഷർ ലൈനും നേരത്തെ തന്നെ മാർക്ക് ചെയ്തോളാം. നമ്മളെ y ആക്സിസിനകത്ത് പ്രഷർ തന്നെയുള്ള, അതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. 1ലുള്ള പ്രഷറും 2ലുള്ള പ്രഷറും ഞാൻ മാർക്ക് ചെയ്തു. അത് എത്രയാണെന്ന് എനിക്കറിയില്ല, ക്വസ്റ്റ്യൻ അതൊന്നും തന്നിട്ടില്ല നമുക്ക്. പകരം നമുക്ക് തന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1ലുള്ള ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ 2ലുള്ള ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. എങ്ങനെയാന്ന് നോക്കാം. 2ന്ന് 3ലേക്കുള്ള പ്രോസസ് എന്താ? കണ്ടൻസേഷൻ ആണ്. കണ്ടൻസേഷൻ എന്ന് വെച്ചാൽ ഐസോബാറിക് ആയിട്ടാണ് കണ്ടൻസേഷൻ നടക്കുക. 2 റിജക്ട് ചെയ്യാം. 3 എനിക്ക് ഇവിടം വരെ എത്തിക്കണ്ടു. ഇൻ കേസ് ഇനിയാണ് വരുന്നത്. അണ്ടർ കൂളിംഗ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ 3 ഇവിടെ എത്തിയത്. കാരണം ഇവിടെ ഉള്ള സാധനം എന്താണ്? കണ്ടൻസർ ആണ്. കണ്ടൻസറിന്റെ അകത്താണ് നമ്മൾ റെഫ്രിജറന്റിനെ തണുപ്പിക്കുന്നത് മെയിനായിട്ട്. അപ്പോൾ കണ്ടൻസറിന്റെ അകത്ത് നമ്മൾ റെഫ്രിജറന്റിനെ തണുപ്പിച്ചു, അത് ഹീറ്റ് റിജക്ട് ചെയ്തു അന്തരീക്ഷത്തിലേക്ക്. അതിന്റെ കൂടെ നോ അണ്ടർ കൂളിംഗ് എന്നാ പറഞ്ഞിട്ടില്ലേ. അണ്ടർ കൂളിംഗ് എന്ന് വെച്ചാൽ ഇത് കണ്ടൻസർ തണുപ്പിച്ചതിന് പുറമെ വേറെ ആരും ഇടപെടാൻ നിൽക്കുന്നില്ല തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കറക്റ്റ് ഈ മലേന്റെ അടുത്ത് വന്നിട്ട് നിന്നത്. ഇൻ കേസ് അണ്ടർ കൂളിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ഏജൻസി വെച്ച് തണുപ്പിക്കുന്നുണ്ട് എന്ന് അർത്ഥം. അപ്പോൾ കുറച്ചുകൂടെ എന്താവും? കുറച്ചുകൂടെ തണുക്കും, കുറച്ചുകൂടെ ബാക്കോട്ടേക്ക് വരും. ഇതായിരിക്കും ശരിക്കുള്ള 3 വരിക. അണ്ടർ കൂളിംഗ് ഉണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിനെ നമ്മൾ പറയാ ഡിഗ്രി ഓഫ് സബ് കൂളിംഗ് അല്ലെ അണ്ടർ കൂളിംഗ് എന്ന് പറയുന്നത്. സബ് കൂളിംഗ് അല്ലെങ്കിൽ അണ്ടർ കൂളിംഗ്, ഇത്രയും ഭാഗം 3' to 3 ഈ ഒരു പോയിന്റിനെ നമ്മൾ, അത്രയും ഭാഗത്തുള്ള സാധനത്തിനെ നമ്മൾ സബ് കൂളിംഗ് അല്ലെ അണ്ടർ കൂളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അണ്ടർ കൂളിംഗ് ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അതിന്റെ അർത്ഥം നമ്മൾ മലേന്റെ ലെഫ്റ്റിലേക്ക് എന്നും പോകേണ്ട ആവശ്യമില്ല എന്നർത്ഥം. നമുക്ക് ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്താണ്. സബ് കൂളിംഗ് ഇല്ല എന്നാ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ റൈറ്റിലേക്ക് പോയിട്ടില്ല, കറക്റ്റ് മലേന്റെ ആ ഒരു എഡ്ജിൽ പോയിട്ട് അവിടെ നിന്നു. ഇനി നമുക്കറിയാം എന്താ കണ്ടൻസർ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുക എക്സ്പാൻഷൻ ആണ്. ത്രോട്ടിലിംഗ് വാൾവ് വഴി നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്നതിൻ്റെ അകത്ത് ടർബൈൻ അല്ല ഉണ്ടാവുക, ത്രോട്ടിലിംഗ് ഡിവൈസ് ആണ്. അതുകൊണ്ട് തന്നെ ഐസെൻതാൽപിക് ആയിട്ടാണ് വരിക. അതായത് കുത്തനെ താഴത്തേക്ക് വേണം ഇറക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മളെ 4 എന്ന് പറഞ്ഞ പോയിന്റ്. ലാസ്റ്റ് 4 തിരിച്ച് 1ലേക്ക് സൈക്ലിക് പ്രോസസ് ആയതുകൊണ്ട് ഞാൻ ഏറോ മാർക്കൊക്കെ ഇട്ടിട്ടുണ്ട്. 1 2, 2 3, 3 4, 4 തിരിച്ച് 1, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ഞാൻ ഇന്നലെ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐസോതെർമൽ അല്ലെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ എങ്ങനെയാ പ്രോസസ് നടക്കാറ്? അത് ഇങ്ങനെയാ ഉണ്ടാകുക. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ് വരിക, മലേന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി
ഇങ്ങനെ വന്നു മല എത്തിക്കഴിഞ്ഞാൽ തിരിച്ചിങ്ങനെ പോകും. ഇതാണ് ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ലൈൻ. വേറൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വന്നു മലേന്റെ ഇപ്പുറം ടച്ച് ചെയ്തു ഇതുവഴി വന്നു ഇങ്ങോട്ടേക്ക് പോകും. ഇതൊക്കെ എന്താണ്? ടി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. നമുക്കിപ്പോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എന്താണ്? സക്ഷൻ ടെമ്പറേച്ചർ -5 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് സക്ഷൻ നടക്കുന്ന 1ലാന്ന് അറിയാം. 1ലും 4ലും ഒക്കെ എന്ത് ടെമ്പറേച്ചറാണ് ഉള്ളത്? സെയിം ടെമ്പറേച്ചർ ആണ്. ടി ഈസ് ഈക്വൽ ടു -5 ഡിഗ്രി സെൽഷ്യസ്. അതിന്റെ ലൈനാണ് ഞാനിപ്പോ ഇവിടെ നീല കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇന്നലെ ഞാൻ ഗ്രാഫിന്റെ അകത്ത് കാണിച്ചതാണ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ലൈൻ എങ്ങനെയാ പോകുന്നതെന്ന്. 4ലും 1ലും ഒക്കെ എന്ത് സെയിം ടെമ്പറേച്ചർ ആണ്. എന്തുകൊണ്ടായിരിക്കും അത്? ടെമ്പറേച്ചർ മാറും. നമ്മൾ വിചാരിക്കും ഹീറ്റ് അബ്സോർബ് ചെയ്യണ്ടല്ലോ, 4ന്ന് 1ലേക്ക് പോകുമ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായിട്ട് ടെമ്പറേച്ചർ കൂടണ്ടേ? ടെമ്പറേച്ചർ കൂടില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ നടക്കുന്ന പ്രോസസ് എന്താണ്? 4ല് ലിക്വിഡ് പ്ലസ് ഗ്യാസാ ഉള്ളത്, പക്ഷെ 1ൽ എത്തിക്കഴിഞ്ഞാൽ ഗ്യാസ് മാത്രമേ ഉള്ളത്. ഇവിടെ എന്താ ഉള്ളത്? ഫേസ് ചേഞ്ച് നടക്കുന്നില്ലേ? ഫേസ് ചേഞ്ച് നടക്കുന്ന പ്രോസസ് അല്ലേ? ഫേസ് ചേഞ്ച് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? തെർമോമീറ്റർ വെച്ചാൽ നമുക്ക് കാണാൻ പറ്റില്ല ടെമ്പറേച്ചർ എത്രയാന്ന്. ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ഇതെന്താ? ലാറ്റന്റ് ഹീറ്റാണ്. ഓർമ്മയുണ്ടോ ആ പരിപാടി? ഫസ്റ്റ് ക്ലാസ്സിലായിട്ടും പറഞ്ഞത് അത്. അതുകൊണ്ടാണ് 4ന്ന് 1ലേക്ക് പോകുന്ന പ്രോസസ്സിൽ എല്ലാ ഭാഗത്തും ടെമ്പറേച്ചർ എത്ര? -5 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. അപ്പൊ ആ ചെറിയൊരു ലോജിക്ക് കാരണമാണ് അതിനെ ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കോ, 3ന്ന് ഇവിടം വരെ പോകുന്ന പ്രോസസ്സ് 3ലെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ലൈൻ എനിക്ക് കാണാൻ പറ്റും. ഈ വയലറ്റ് കളർ ലൈൻ ശ്രദ്ധിക്കുക. കറക്റ്റ് 3ന്റെ അടുക്ക് എത്തി. മലേന്റെ ഉള്ളിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാ പോവുക, പിന്നെ ഇത് താഴത്തേക്ക് വരും. ഇതാണ് ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 40 ഡിഗ്രി സെൽഷ്യസ് ആണ് കണ്ടൻസേഷൻ നടക്കുന്ന ടെമ്പറേച്ചർ. അത് ഇവിടത്തെ പോയിന്റ് ഞാൻ 2' എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തു. കറക്റ്റ് ഉള്ള 2 എനിക്കുള്ളത് റൈറ്റ് സൈഡിലാണ്. ഞാൻ മലേന്റെ അടുക്ക ടച്ച് ചെയ്യുന്നുണ്ട് ആ പോയിന്റ് ഞാൻ 2' എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം 2ല് ഏതായിരിക്കും ടെമ്പറേച്ചർ? ഈ 40 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുമോ? 2 എന്ന് പറഞ്ഞ പോയിന്റിനെ ശ്രദ്ധിക്കുക. 2 എന്ന് പറഞ്ഞ പോയിന്റിലെ ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുമോ? 40 ഡിഗ്രി സെൽഷ്യസിന്റെ ലൈൻ ഈലൂട്ടിയാ പോകുന്നത്. ടി ഈസ് ഈക്വൽ ടു 40. ഇങ്ങനെ വന്നു 3ന്ന് തിരിച്ച് 2' വരെ വന്നു, എന്നിട്ട് അങ്ങ് പോയത്. 2ല് ശരിക്കും വേറെ ടെമ്പറേച്ചർ ഉണ്ടാവുക. അത് നമുക്ക് ക്വസ്റ്റ്യനിലൊന്നും തന്നിട്ടില്ല. 2ലുള്ള ടെമ്പറേച്ചർ ഏതാണ്ട് ഞാനൊരു ഇത് വരച്ചരാം. അത് ഏതോ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ലൈനാ. ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുന്ന ഒരു ടെമ്പറേച്ചറാണ്. ഈ ടെമ്പറേച്ചർ എനിക്ക് അറിയില്ല. ആ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ലൈൻ വരുന്നത് ഇങ്ങനെ റൈറ്റ് സൈഡ് തട്ടി റൈറ്റ് സൈഡിൽ നിന്ന് തിരിച്ച് താഴത്തേക്ക് പോകുന്ന വഴിക്ക്, ആ പോകുന്ന വഴിക്കുള്ള ടെമ്പറേച്ചർ ആണ് ഈ 2 എന്ന് പറയുന്ന സാധനം. അതെനിക്ക് അറിയില്ല. 2' ഒക്കെ എനിക്കറിയാം. 1ലെ ടെമ്പറേച്ചർ എനിക്കറിയാം -5 ഡിഗ്രി സെൽഷ്യസ് ആണ്. 4ല് എനിക്കറിയാം -5 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. 3ലുള്ളത് എനിക്കറിയാം 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. 2' എനിക്കറിയാം 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷെ 2ല് വേറെ ഏതോ ടെമ്പറേച്ചർ ആണ്. അത് നമ്മൾ ബോധർ ചെയ്യേണ്ട, അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേ വേണ്ട. എന്താ അവിടെ കിടന്നോട്ട്, എത്രയോ ഡിഗ്രി സെൽഷ്യസ് ആയിക്കോട്ടെ. അപ്പൊ ആ ഒരു കാര്യം ഇതാണ് നമ്മളെ ഗ്രാഫ് വരുന്നത്. ഞാൻ അത് വരച്ചിട്ട് വൃത്തിയാക്കുന്നില്ല. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോയി. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾ ടേബിളിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത്? ടെമ്പറേച്ചറും ഉണ്ട്, പ്രഷറും ഉണ്ട്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ പ്രഷർ എടുത്തിട്ടായിരുന്നു ചെയ്തത്. ഇപ്രാവശ്യം നമുക്ക് പ്രഷർ തന്നിട്ടില്ല, പകരം ടെമ്പറേച്ചർ തന്നിട്ടില്ല. ഏതൊക്കെ? -5 ഡിഗ്രി സെൽഷ്യസും 40 ഡിഗ്രി സെൽഷ്യസും. ഈ രണ്ട് സാധനത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള HF, HG എല്ലാം കണ്ടുപിടിച്ച് വെച്ചേ. ഇത്ര വരുന്നത് ടെമ്പറേച്ചറിൻ്റെ അകത്ത് നോക്കുക. സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതെടുക്കുക. ഫ്രീ ഓൺ 12 എടുക്കുക. അതിൽ സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് എടുക്കുക.
-5 നോക്കുക, 40 ഡിഗ്രി സെൽഷ്യസിന്റെ നോക്കുക. രണ്ടും ഇല്ലേ? ടേബിൾ വരക്കാം. ടെമ്പറേച്ചർ വന്നിട്ടില്ല, അതുകൊണ്ട് ടെമ്പറേച്ചർ മാത്രമാണ് ഞാൻ എടുക്കുന്നത്. ടെമ്പറേച്ചർ നല്ല എഴുതിത്തരാം. -5 ഡിഗ്രി സെൽഷ്യസിന്റെയും വേണം എനിക്ക്, 40 ഡിഗ്രി സെൽഷ്യസിന്റെയും വേണം. എന്നാൽ 2 ടെമ്പറേച്ചർ എനിക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അവിടെയുള്ള എന്തൊക്കെ കണ്ടുപിടിക്കണം? HF, HG അറിയണം. ഇത് രണ്ടും ആദ്യം കണ്ടുപിടിച്ചേ. -5 ഡിഗ്രി സെൽഷ്യസിലെ HF എത്രയാ? കാണുന്നില്ലേ? പോയാ? എല്ലാരും പോയാ നിർത്തിയിട്ട്? അല്ല, എന്റെ സൗണ്ട് ക്ലിയർ ഇല്ലായിട്ടാ? അല്ല, റോഷിത്തിന്റെ ഒന്നും ഒച്ച കേൾക്കില്ല. റോഷിത്തിന്റെ അടിക്കും ജിഷ്ണുവിനെ അടിക്കും. -5 ഇല്ലല്ലോ. -5 ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അല്ല, ഫ്രിയോൺ കാണുന്നില്ല. ഏത് ഫ്രിയോണിന്റെ ഇത് കാണുന്നില്ല. ഫ്രിയോൺ എന്ന് പറഞ്ഞിട്ടല്ല ഉണ്ടാവുക, R12 എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അതാ ഞാൻ സ്റ്റാർട്ടിങ് തന്നെ ക്വസ്റ്റ്യൻ അത് എഴുതിയിട്ട് ക്ലാരിറ്റി തന്നത്. ഫ്രിയോൺ എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ്ടാവുക, R12 എന്ന് പറഞ്ഞിട്ടുണ്ടാവും. റെഫ്രിജറന്റ് 12. അതിന്റെ പേരാണ് ഡൈക്ലോറോ ഡൈ. ഓ -5 ഇല്ല അതില്. -4 -4 ഉണ്ടാ? -4 ഉണ്ട്, -2 ഉണ്ട്. -2 വേണ്ട, -4ഉം പിന്നെ -5നെക്കാട്ടിയും വലിയ വാല്യൂ എന്താ വന്നിട്ടുള്ളത്? -6 വന്നിട്ടില്ലേ? -6 ഉണ്ടാവും, -4 ഉണ്ടാവും. അപ്പൊ നമ്മള് നേരത്തെ പരിപാടി ചെയ്യണം. ഏത് ഇന്റർപോളേഷൻ മെത്തേഡിൽ -5നെ കണ്ടുപിടിക്കണം. മനസ്സിലായ? സെയിം പ്രൊസീജിയർ തന്നെയാ. എന്തായാലും കണ്ടുപിടിക്കേണ്ടി വരും. ഡയറക്റ്റ് വാല്യൂ എടുക്കുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻ തരാൻ സാധ്യതയില്ല, ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾ ഇന്റർപോളേഷൻ മെത്തേഡിൽ ചെയ്യേണ്ടി വരും എന്തായാലും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഞാൻ ഏതായാലും ഇതിന്റെ ക്ലാസിന്റെ ഇത് ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. ഹലോ, സാർ ഏതായാലും വാങ്ങാൻ പറഞ്ഞ ഡോം കൊണ്ടുപോകാറല്ലോ ഡാറ്റാ ബുക്ക്. ഡോം കൊണ്ടുപോകാറിന്റെ ഡാറ്റാ ബുക്കാ സാധാരണ എടുക്കേണ്ടത്. എല്ലാവരും അതാ ചെയ്യല്. പ്രശ്നമൊന്നുമില്ല. ഏതായാലും ചെറിയ ചെറിയ വാല്യൂസ് വ്യത്യാസം ഉണ്ടാകുന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ആൻസർ പേപ്പർ നോക്കുമ്പോൾ അതിന് തെറ്റു മാർക്കൊന്നും കിട്ടൂല. ഏതാണ്ട് ആ റേഞ്ചിൽ ഉത്തരം കിട്ടും. എന്തായാലും COP ഒക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് ആ റേഞ്ചിൽ തന്നെ